വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ഇന്ന് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടടയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ന് കറിയായിട്ടുള്ളത് മീൻകറിയാണ്. നല്ല മീനിട്ട കറി തന്നെയാണ്, നല്ല മീൻകറി, നല്ല മാങ്ങ ഒക്കെ ഇട്ട് വെച്ച അയിലക്കറിയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അത് പറയാനായിരുന്നു വന്നപ്പോഴാണ് മീനിട്ട മീൻകറി എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനായിട്ട് ഇതാ മാങ്ങ നമ്മൾ ഈ ചെറിയൊരു കണ്ണിയടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാങ്ങ അതിലേക്ക് പിന്നെ പൊടിയാളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ കഴിയും. പിന്നെയുള്ള മെയിൻ പണി എന്ന് പറഞ്ഞാൽ അടുക്കള ക്ലീനിങ് ആണ്. അങ്ങനെ ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു. അപ്പോൾ ചായ കുടിച്ചതിന് ശേഷമാണ് പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കിച്ചൺ ക്ലീനിങ് നടക്കണേ കേട്ടോ. കുപ്പിയും പാത്രവും ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതേ മാവ് കഴിക്കും, അതേ കൈ കൊണ്ട് കുപ്പി പിടിക്കും, അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചൊക്കെ അധികം നേരാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അടുക്കടുക്ക് അങ്ങനെ നേരാക്കി മെയിൻറ്റെയിൻ ചെയ്ത് പോകണമാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇതാ ഒന്ന് ക്ലീൻ ആക്കി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കണം. അപ്പോൾ രാവിലത്തെ മാങ്ങാക്കറി ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ അയില മാങ്ങ ഇട്ട് തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ കറി ഉണ്ട്, പിന്നെ ചോറ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒരു കറി ഒറ്റക്കാണ് തിന്നാനാണ് തോന്നണില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ചു മുട്ടയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. അപ്പോൾ വെറും ഉപ്പിട്ടിട്ട് മുട്ട അങ്ങ് കലക്കി പൊരിക്കാമെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന്. എപ്പോഴും ഉള്ളി ഒന്ന് മസാല കെട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചൊന്ന് ഉണ്ടാക്കണതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ മുട്ടയും പൊരിച്ചതും അതേപോലെ തന്നെ രാവിലത്തെ മാങ്ങാക്കറിയും ഒക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. മീൻകറിയിൽ മീനില്ലാത്തത് വേറെ ഒന്നുമല്ല, രാവിലെ തന്നെ മീൻ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മൾ അയിലൻ്റെ തല ഉണ്ടല്ലോ, അങ്ങനെയാണ് ഉണ്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊടുന്ന അയിലേനും. അപ്പോൾ തല പിന്നെ അപ്പം തന്നെ നമ്മൾ തിന്നൂടാ. തല ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. അങ്ങനെ നമ്മൾ മുട്ട പൊരിച്ചതൊക്കെ കൂട്ടിയിട്ട് ചോറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അനിയത്തിൻ്റെ നാത്തോനൊക്കെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ടില്ലേ നമ്മൾ ഈ വൈക്ക് കൂടെ ഒക്കെ ഒന്ന് നടന്നിട്ട്. അപ്പോൾ വിചാരിച്ചു കുളത്തിൻ്റെ അവിടെയൊക്കെ എന്തായി എങ്ങനെ ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. വൈകിട്ട് നടത്തം പതിവുള്ളതാണ്. അപ്പോൾ ഇന്ന് പോണത് പറഞ്ഞാൽ കുറേ സ്ഥലം ഇങ്ങനെ വീട്ടിലിരിക്കണേ. അപ്പോൾ ഇന്ന് ഇവിടുത്തെ നമ്മളെ കുളമൊക്കെ എങ്ങനെ അയക്കണേ, വെള്ളം ഉണ്ടോ, ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്യലുണ്ടല്ലോ, അപ്പോൾ വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കാൻ പോകാൻ കേട്ടോ. പിന്നെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. നമ്മൾ റോഡ് നേരാക്കിയത് കണ്ടില്ല. അതിൻ്റെ ശേഷം കൂടെ ഐസീൻ വാ, നേരെ മുകളിൽ ഇതൊരു ചക്കട്ട, അതൊക്കെ തലയൊക്കെ കരഞ്ഞ് വീക്കുക. ആ എൻ്റെ കൂക്കല ഇട്ടിട്ട് അതിൻ്റെ കൂക്കല നിർത്തി. ഇതാണ് ആ കൂക്കിന്ന്. വേറെ ആൾക്കാർ ഇതാ നിൽക്കണ് കും ഞാൻ കൂവുമ്പോ കൂല, അതിൻ്റെ ഇഷ്ടത്തിന് അത് കൂവണ കേട്ടാ. അവൻ്റെ ചാണം ചവിട്ടിയ നടത്തു. വീഡിയോ എടുത്താ അങ്ങനെ ഞങ്ങൾ നല്ല പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ കുളത്തിൻ്റെ അവിടെ പണിക്കാരുണ്ടായിരുന്നു. കുളമൊക്കെ പുതിയതാക്കിയ സെറ്റപ്പ് ആക്കാണ് കേട്ടോ കുളം. അപ്പോൾ അതിൻ്റെ പണിക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത്. അടിപൊളി സ്ഥലമായതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ഇരിക്കാൻ. അങ്ങനെ പണിക്കാർ പോയി പിന്നെ ഞങ്ങൾ വെള്ളം അങ്ങോട്ട് ഇറങ്ങിയിട്ടാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈസിന്ന് പറയണ്ടേ എവിടെ നമ്മൾ നീന്തിന്ന് കുളാവി എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ നടക്കണേ. നമ്മൾ കയറിയ സ്ഥലമൊന്നും ഒന്നുമല്ലല്ലോ ഇപ്പോൾ. ഹൈസീൻ ഇതിൻ്റെ വലിയ കുണ്ടും ഇതൊക്കെ കണ്ടിട്ട് പേടിച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇങ്ങോട്ട് നീന്താൻ വരണ്ട എന്നാണ് ഓൻ പറയുന്നത്. അങ്ങനെ ഞങ്ങളിതാ പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ നടക്കാൻ കേട്ടോ. അപ്പോൾ അതാ രണ്ടാൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. വലിയൊരു തോട്ടിയാണ് തോന്നണോ ഓലെ കയ്യിൽ. മാങ്ങ ഇറക്കാനാണോ ചക്ക ഇറക്കാനാണോ എന്താന്ന് കയ്യിൽ കേട്ടോ. രണ്ടാളെ കയ്യിലും നല്ല നീളത്തിലുള്ള ഒരു കൊള്ളിയുണ്ട്. അതിൻ്റെ തലപ്പത്ത് എന്തോ വലമൊക്കെ കെട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മാങ്ങ ഇറക്കണതാണ് എന്നാ. അങ്ങനെ ഞങ്ങളിതാ പതിങ്ങി ഇങ്ങനെ കയറിയാണ്ട് ഇറങ്ങണം ഉഷാറൊന്നും ചേട്ടാ. തിരിച്ചിങ്ങോട്ട് കയറുമ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ വീട്ടിലൊക്കെ വന്നു. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി പറഞ്ഞാൽ മുകളിൽ നമ്മൾ ഉണക്കാനിട്ടിട്ടുള്ള മാങ്ങൻ്റെ സ്ഥിതി എന്തായിക്കണെന്ന് നോക്കാനാണ് കേട്ടോ പോണത്. അപ്പോൾ ഞാൻ എല്ലാം മുകളിലേക്ക് കയറുകയാണ്. ഇനി മാങ്ങ ഒക്കെ ഒന്ന് പെറുക്കി ഒതുക്കി കൂട്ടിയെടുക്കണം.
അപ്പോൾ മാങ്ങ ഇനി ഒരു 2 ദിവസം കൂടെ വെയിലൊള്ളിച്ചാൽ സംഭവം അങ്ങ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി പിന്നെ ഒരു കൊല്ലത്തിന് നമുക്ക് എടുക്കാം, കഴിഞ്ഞില്ലെങ്കിൽ ഇട്ടാൽ, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിനൊന്നും ഉണ്ടാവില്ല. ഈ ഒരു ടൈമിൽ ഒന്ന് വെയിലുണ്ട് വാടി ടൈമിലില്ലേ തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ തിന്ന് കൊണ്ടിരിക്കാനേ നമുക്ക് തോന്നും, മടുക്കൂല, അങ്ങനെ ഒരു ടേസ്റ്റാണ് ഈ ഒരു സംഭവം ഉപ്പിട്ട് വാടിക്കഴിഞ്ഞാൽ. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ പെറുക്കി തിന്നു, ബാക്കിയൊക്കെ ഇതാ പാത്രത്തിലാക്കിയിട്ട് നിലത്തേക്ക് ഇറങ്ങി. പിന്നെ രാത്രി ആയിട്ടുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. നല്ല മഴ ആയിരുന്നു കേട്ടോ രാത്രി, നല്ല മഴ പെയ്തു രാത്രി. പിന്നെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അൽഹംദുലില്ലാ തീർന്നിട്ടുണ്ട്. ബൈ.